ഒരു മോനുക്ക് മങ്ങിലാക്കണ്ടായെങ്കിൽ ഒരു മോൾക്ക് മങ്ങിലാക്കണ്ടായെങ്കിൽ അള്ളാന്റെ ദീൻ അനുസരിച്ചിട്ട് ഒരു നാൾ നോക്കിക്കൊണ്ടിരുന്നാർ. ഖതീബുമാരോട് ഉസ്താദുമാരോട് ഒരു മുഷാവറാക്കിക്കൊണ്ടിരുന്നാർ, അല്ലെങ്കിൽ വയസ്സന്മാരോട്ട് ഒരു മുഷാവറാക്കിക്കൊണ്ടിരുന്നാർ. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ ഹാൾക്ക് പുരുഷത്തുണ്ടല്ല, ശനിയാഴ്ച ജാവുക ഉണ്ടാവല്ലേ, ഞായറാഴ്ച ആവും, തിങ്കളാഴ്ച ആവും, ചൊവ്വാഴ്ച ആവും, വേളാഴ്ച ആവും, വെള്ളിയാഴ്ച ആവും, എപ്പാവും മങ്ങിലായെങ്കിൽ തൊട്ടാസ് എന്റെ കൈ മടക്കിയിട്ട് ലഞ്ച കൊടുത്തിട്ട് പോകേണ്ടി റൂമിടെ ഹറാമല്ലേ? അമ്മായി മജലിന്റെ 50,000 രൂപ തരാണ്ട് എന്റെ മോലെ തുടകൂടില്ലെന്നാണ്. അപ്പൊ മീസ ഉള്ളവണ് ചൊല്ലണോ, നിന്റെ മോലെ നീ വെച്ചിക്കാന്നാ പോന്റെ പേരോ. അത് മീസ ഉള്ള പാലക്കാരെ കടമ വെക്കും. നീ ആണാവണു. ഒരു പുതിയ പെണ്ണ് പുതിയ ആപ്പിളെ റൂമു കിടക്കുമ്പോ തെരുളു തെച്ചിട്ട് അമ്മായി ചെല്ലേ 50,000 താളാ ഐസ്ക്രീം താളാ തിന്നാതെ തെർക്ക് പോകുള്ളൂ. ഹറാമല്ലേ? കാരിന്റെ പേര് വെച്ചിട്ട് മൂരിനെ പോലെ നടക്കണ്ട. നാമേ പ്യാരി ഹേ ലക്കിൻ നടക്കൂടെ പൂരി ഐസാ നഹി, അങ്ങനെ നടക്കണ്ട. പോത്തുപോലെ നടക്കേണ്ടവരല്ല ഞങ്ങ. ഞങ്ങളെ പേര് കൊത്തിട്ട് ഞങ്ങൾ ഇസ്ലാം വേണു. 7 ദിക്ർ ലാസിമാക്കെങ്കിൽ, 7 ദിക്ർ എപ്പോഴും മനസ്സിൽ വെച്ചെങ്കിൽ ويكون حياته خيرا ومماته خيرا. 7 ദിക്ർ അവന്റെ ജീവിതത്തിൽ പതിവാക്കെങ്കിൽ, ആദത്താക്കെങ്കിൽ അവനുക്ക് അല്ലാഹു അവന്റെ ഹയാത്ത്, അവന്റെ സിന്ദഗി, അവന്റെ മരണ അല്ലാഹു ഖൈറാക്കടാട്ട് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അക്കൂട്ടത്തിൽ നിങ്ങളാക്കി തീർക്കട്ടെ. ഉമ്മമാർ വളരെ ശ്രദ്ധിച്ചോളണോ. ഉമ്മമാർ, സഹോദരന്മാർ, 7 ദിക്ർ നിങ്ങൾ പതിവാക്കി പോയെങ്കിൽ നിങ്ങളെ ഹയാത്ത്, നിങ്ങളെ മരണ ഖൈറായിട്ടിക്കണ് മാത്രല്ല ഈമാന്റെ മധുര അല്ലാഹു കൊടുക്കൂടാ. ഏതാണ് 7 ദിക്ർ? ഇൻദബ്തിദായി കുല്ലി ശൈഇൻ ബിസ്മില്ലാഹ്. ഏതൊരു വസ്തു നീ തുടങ്ങുമ്പോ, കുടിക്കുമ്പോ, തിന്നുമ്പോ, ദഹിക്കുമ്പോ, ഔത്തുക്ക് പോകുമ്പോ, ബസ്സിൽ കയറുമ്പോ, കാറിൽ കയറുമ്പോ ചൊല്ല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മറക്കണ്ട മോനെ, ബിസ്മി ചൊല്ലാത്ത എല്ലാമെല്ലാം അത് നഷ്ടപ്പെട്ടതായിരിക്കട്ട്, ബർക്കത്തില്ലാത്തതായിട്ട് കിടണ്ട് മുഹമ്മദ് മുസ്തഫ. എല്ലാ വസ്തു എന്തും തുടങ്ങുമ്പോ, തിന്നുമ്പോ, കുടിക്കുമ്പോ നല്ല അഞ്ചലും മാഞ്ചും. പിന്നെന്തിനപ്പ മൂജിബ ഞങ്ങൾ എന്റെ ബെഞ്ചിലേരൗത്തിൽ നല്ല ചോറുണ്ട്. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. എഞ്ചിനീയർക്കും കുടുംബത്തും അല്ലാഹു ഖൈർ നൽകട്ടെ. നല്ല മൂജിബ പേര്, വീന്റെ പേര് ഞാൻ കേട്ട ഫസ്റ്റ്. അങ്ങനത്തെ മൂജിബ തിന്നുമ്പോ, അത് നല്ല തവഫിറയായിട്ട് വരുമ്പോ ബിസ്മി മറന്നിരണ്ട. കാരണം അത് കടലിൽ തസ്ബീഹ് ചൊന്ന് സമനായിട്ടിക്കിട്. കടല് മോശമുണ്ടല്ലേ, അത് മരിയതല്ല. എങ്ങനെ ആയിട്ടിക്കിട്? യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. കടലിൽ ദിക്ർ ചൊല്ലി ഞങ്ങൾ കേൾക്കൽ. ഞങ്ങൾ പൊട്ടന്മാർ ഞങ്ങൾ പോയിട്ട് അവിടെ തുണി മാറ്റിട്ടും തുണി ഇല്ലാണ്ടും ഡാൻസ് ആക്കണേ, ഫോട്ടോ എടുക്കണേ, അരകി പിടിച്ചിട്ടും മുത്തിട്ടും മണത്തിട്ടും എല്ലാം ഫോട്ടോ എടുക്കണേ. കടല് ചൊല്ലത് കളിക്കട പക്കല്ലത്, ചിരിക്കട പക്കല്ല. കടലിൽ നിന്നിട്ട് നീ ദുആ ഇറക്കണം. അല്ലാ, ഈ കടലല്ലേ നിങ്ങൾക്ക് സമ്പത്ത് തന്റെ, ഈ കടലല്ലേ നിങ്ങൾക്ക് അവ തന്നെ, ഈ കടലല്ലേ നമുക്കൊരു ജീവിതം തന്നെ, മുത്തും സ്വത്തും തന്റെ കടലല്ലേ. ഒരു ഖുർആൻ ഓതിട്ട്, യാസീൻ ഓതിട്ട്, ദിക്ർ ചെന്നിട്ട് അവിടെ ദുആ ഇറക്കുമ്പോ ആ ദുആക്ക് ഉത്തരമുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കടൽക്കര ഒരു തമാശയാക്കണ പക്കല്ല, മോശാക്കണ പക്കല്ല.
ഇണ്ട് നിങ്ങളെ മക്കൾക്ക് മദ്രസ രജ കിട്ടുമ്പോ ബീച്ചിക്ക് പോയല്ലേ, സിയാറത്ത് പോയിട്ട് ചൊല്ല കൊറോടി. എക്സിബിഷൻ ഉണ്ടാ, ബീച്ച് ഉണ്ടാ, അവിടെ കുട്ടി കൊണ്ടുപോണ്ടേ. അല്ലാ, ഇന്റെ മൊബൈൽ യൂസ് ആക്കണമേ അതുക്കല്ലേ. നല്ല കാര്യത്തിക്ക് മൊബൈൽ യൂസ് ആക്കണ മാതിരി കൊറോടി. നെറ്റ് നോക്കി നോക്കി നോക്കിയിട്ട് ഒരാളെ നെട്ടു ഇപ്പൊ സമയമില്ല. അള്ളാഹു കാക്കട്ടെ. എന്ത് നെറ്റ് യൂസ് ആക്കണു എവിടെ? ഇന്റെ പള്ളിക്ക് പോയെങ്ങോ നെറ്റ്, ബസ്സിൽ പത്തെങ്ങോ നെറ്റ്, കാറിൽ പത്തെങ്ങോ നെറ്റ്, ബൈക്കിൽ പത്തെങ്ങോ നെറ്റ്. അല്ലാ, നല്ല ഖുർആൻ അതിലുണ്ടോ, നല്ല വഅദ് അതിലുണ്ടോ, പഠിക്കണായ പലതുണ്ടോ, അത് യൂസ് ആക്കണല്ല. മൊബൈല് പടച്ച റബ്ബ് തന്ന വലിയൊരു കരുണയല്ലേ, വലിയൊരു റഹ്മത്തല്ലേ, ബർക്കത്തല്ലേ. പണ്ടത്തെ കാലം പോലെ സുബ്ഹാനല്ലാഹ്, നീ എത്ര ദൂരം ഉണ്ടെങ്കിലും നിന്റെ കാണുകാവിടൂ, നോക്കുകാവിടൂ, പലക്ക പറയുകാവിടൂ. ഇണ്ടി പെഞ്ഞായി മാപ്പിളക് അതാ പെഞ്ഞായുടെ തടി നോക്കണമെങ്കിൽ, പെഞ്ഞായുടെ മുഖം നോക്കണമെങ്കിൽ ആയത്ത് പറഞ്ഞിട്ടില്ല. ഒന്ന് വീഡിയോ ഓഫണാക്കിയെങ്കിൽ അവളെ കാണാം, മക്കളെ കാണാം, ഔത്തുൾ നടക്കണ എല്ലാ സംഭവങ്ങൾ കാണാം. അല്ലാഹ് തന്ന വലിയൊരു നിഅമത്തല്ലേ. അതിരെ ഒരു സാധാരണയായിട്ട് യൂസ് ആക്കുമ്പോ പടച്ചറബ് ഒരിക്കലും പൊരുത്തപ്പെടല മോമിനീങ്ങളെ. അതുകൊണ്ട് നാ ചൊന്നുവേണ്ടത് നിന്റെ മോമിനീങ്ങ മനസ്സിലാക്കണോ. ഏതൊരു വസ്തു തുടങ്ങുമ്പോ, അങ്ങാടി സുബൈക്ക് ബായിലെടുക്കുമ്പോ, ഹോട്ടലിലെ ബായിലെടുക്കുമ്പോ, നിന്റെ കപ്പലിൽ ഓടത്തിൽ പത്തുമ്പോ, നിന്റെ കാറുക പത്തുമ്പോ, ഏതുവരെ നിന്റെ പെഞ്ഞായിടൊട്ട പോകുമ്പോഴും എന്തു ചൊല്ലണോ? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തനാ. പെഞ്ഞായിടൊട്ട പോകുമ്പോ ബിസ്മി ചൊല്ലണല്ല. ബിസ്മി ചൊല്ലാണ്ട് പുറപ്പായിട്ടില്ലേ? അങ്ങനത്തെ കൂട്ടാവത്തിയ ബിസ്മി ചൊന്നിട്ടേ പോണു. ലാ തഫ്അലന്ന അഹദുക്കും കബഹീമത്തിൽ അൻആം. മിർഗത്തെ പോലെ ഒരു പെഞ്ഞായിരം മുട്ട പോകുത്തീറ. പെഞ്ഞായി ചെന്നിങ് ആര്? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കണ ഒരു പെഞ്ഞായി മാപ്പിള ദ്വാരക്കേണ്ടത്. എവിടെ ദ്വാരക്കണോ? മണിയറയിൽ ജനറക്കാത്ത് നിസ്കരിച്ചിട്ട്, വീട്ടിൽ കൂടുമ്പോ നിസ്കരിച്ചിട്ട്, ഓള് പിറവത്തെ മാപ്പിള മുന്നുള്ള നിന്നിട്ട് നിസ്കരിച്ചിട്ട് ദ്വാരക്കും. അല്ലാഹ് നക്ക് നിന്റെ കുർത്തയെല്ലാം തുമ്മ. ഇപ്പൊ കുർത്തല്ലാത്തങ്ങ ഭാര്യക്കൊരടി 2 തിങ്കൾ കുർത്തമേൽ എൻഗേജ്മെന്റ് ആയാൽ പിന്നെ കുർത്ത ചെന്ന് എവിടത്തോളം കുർത്ത. ഐസ്ക്രീം പാർലറിൽ ഒട്ടിಗೆ, ഡ്രസ് ഇറക്കണ അവിടെ ഒട്ടിಗೆ. പടച്ചറബേ, മിനിറ്റിൽ ഹലോ എങ്ങനെ ഉള്ളടി? ഹറാമല്ലേ? മുസ്ലിം സമുദായം മനസ്സിലാക്കണു. പേരിന്റെ പേര് വെച്ചിട്ട് മൂര്യ പോലെ നടക്കണ്ട. നാമേ പ്യാരി ഹേ ലക്കിൻ നടക്കൂടെ പൂരി ഐസാ നഹി. അങ്ങനെ നടക്കണ്ട. പോത്തുപോലെ നടക്കേണ്ടവരല്ല ഞങ്ങളെ പേര് കൊത്തിട്ട് ഞങ്ങൾ ഇസ്ലാം വേണു. ഒരു പെണ്ണിന്റെ എൻഗേജ്മെന്റ് ആയാൽ പിന്നെ ആ മാപ്പിളായവണു അവന് മാപ്പിളായിട്ടില്ല. എൻഗേജ്മെന്റ് മാത്രായിടേ. മുണ്ടൊക്കെ പാടില്ല, ഫോണ് ടെലിഫോണ് പാടില്ല. അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ഒന്നിക്കാക്കി വിടണം. മുണ്ടിയോട്ടുള്ള ബാവ അന്റെ അന്റെ ചെന്ന് കൊടുക്കണു. വീട്ടിൽ എൻഗേജ്മെന്റ് ഉണ്ട്. പിന്നെ അങ്ങ് ഹലാലാവടു. അങ്ങ് ഐസ്ക്രീം പാർലറിൽ പോട്ടു അങ്ങ് വീട്ടിൽ കൂടട്ടുള്ള ബാവ തല വെച്ചോണ്ടാ. ഇതെന്തും ഇല്ല. 2 വർഷം 3 വർഷം കഴിഞ്ഞാൽ പിന്നെ വാങ്ങിയില്ല. എൻഗേജ്മെന്റ് ആയിട്ട് 3 വർഷമായിട്ട് ഉസ്താദ് മുണ്ടിയോണ്ടുള്ളാറ്. ഞാൻ ഐസ്ക്രീം പാർലറിൽ പോയിന്നാറ്, ഡ്രസ് എടുക്കൊക്കെ ഞാൻ പോയിന്നാറ്. ഞാൻ ഞങ്ങളെ ഒത്ത് വന്നിട്ട് പോയ ഉസ്താദ് പെണ്ണ്
തെരന്റെ പീഠത്തിൽ കൊടുക്കണ്ടേ ഓണക്ക് അള്ളാഹു കാക്കട്ടും ആര് കൊടുക്കണോ ഈ പെണ്ണിന്റെ ബിൽപ്പാറ്റിയവൻ ആര് ബിൽപ്പാറ്റി ഡബൽ ആജി ನಾನು ചിരിക്കോ ചെന്നാൽ ഞങ്ങൾ ആക്കടെ ബിസേ ചെന്നേ തപ്പുണ്ട ഒരു പെണ്ണിന്റെ എൻഗേജ്മെന്റ് ആയാൽ പിന്നെ മുണ്ടക്കുള്ള അവകാശം ആയിട്ടില്ല ഒരു പെണ്ണ് നോക്കൽ സുന്നത്തുണ്ടോ പോലെ മുഖവും മുൻകൈ മാത്ര പിന്നെ ബാക്കി സെലക്ഷൻ അല്ല ഉമ്മ ബാബി അങ്ങനല്ല സെലക്ഷൻ ആക്കണോ സെലക്ഷൻ ആക്കിയാൽ പിന്നെ മങ്ങില അവിടെ എടുത്തോളും മുണ്ടക്ക് ചാൻസ് ഇല്ല ഇതെന്തും ഇല്ല ബർമ്മത്തെ ഒരു മൊബൈൽ കൊടുത്തിട്ടായി മൊബൈൽ കൊടുത്തിട്ട് ബർമ്മ ഫാദിലമേ ഒക്കെടി എന്റെ പിടിച്ചില്ല നിക്ക് തുടങ്ങിയ മേല സൊറ അങ്ങനെ പലക്ക പറഞ്ഞിട്ട് മങ്ങിലത്തെ കടലാസ് അടിച്ചിട്ട് ഹാള് ബുക്കായിട്ട് ഇപ്പൊ ഹാളിലല്ലേ മങ്ങില പള്ളിയിൽ മങ്ങില ആർക്കും വേണം ഇന്ന് മങ്ങില ഇവിടെ ഹാൾക്ക് പുസ്തകത്തുണ്ടാ ഞായറാഴ്ച ആവും ശനിയാഴ്ച ആവും തിങ്കളാഴ്ച ആവും ചൊവ്വാഴ്ച ആവും നാളെ നോക്കില്ല പണ്ടങ്ങടല്ല ഒരു മോനുക്ക് മങ്ങിലാക്കണ്ടായെങ്കിൽ ഒരു മോൾക്ക് മങ്ങിലാക്കണ്ടായെങ്കിൽ അള്ളാന്റെ ദീൻ അനുസരിച്ചിട്ട് ഒരു നാൾ നോക്കിക്കൊണ്ടിരുന്നാർ ഖത്തീബുമാരോട് ഉസ്താദുമാരോട് ഒരു മുഷാവറാക്കിക്കൊണ്ടിരുന്നാർ അല്ലെങ്കിൽ വയസ്സന്മാരോട്ട് ഒരു മുഷാവറാക്കിക്കൊണ്ടിരുന്നാർ ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ ഹാൾക്ക് പുരുഷത്തുണ്ടല്ല ശനിയാഴ്ച ജാവുക ഉണ്ടാവല്ലേ ഞായറാഴ്ച ആവും തിങ്കളാഴ്ച ആവും ചൊവ്വാഴ്ച ആവും വേളാഴ്ച ആവും വെള്ളിയാഴ്ച ആവും എപ്പാവും മങ്ങില എങ്കെ തൊട്ടാസ് എന്റെ മുഅ്മിനീങ്ങ മനസ്സിലാക്കണോ ഒരു മങ്ങില ചൊല്ലത് അതിന വിവരണാക്കിടല്ല വിഷയനാണാക ഭാഗത്ത് കടക്കിടല്ല മനസ്സിലാക്കണോ ലോക മുസ്ലിമീങ്ങ മനസ്സിലാക്കണോ ഈ പടുക്കറയിൽ എത്ര ക്ലാസ് നടന്നുകൊണ്ടുണ്ട് എത്ര ദീനി സംരംഭങ്ങൾ നടന്നുകൊണ്ടുണ്ട് കൂടെ അങ്ങനത്തെ ഒരു തപ്പ് വന്നിട്ടില്ല അള്ളാഹു ഞങ്ങളെ കാക്കുമാറാകട്ടെ എങ്കിലും തപ്പിടെ തൊട്ട് ഞങ്ങൾ സൂക്ഷിക്കണോ ദീന് ഞങ്ങൾ വായൽപ്പിന്ന ദീനിലും സമ്പൂർണ്ണ ദീനിലും ഞങ്ങൾ വേണോ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ പാലക്കാർ ഇവിടുത്തെ വയസ്സന്മാർ നല്ല ദീനുള്ള അള്ളാഹു ദീന് നിലനിർത്തി തരുമാറാകട്ടെ ബാങ്ക് കേൾക്കുമ്പോ പള്ളിക്ക് എല്ലാവരും മണ്ടാറ് എന്തെങ്കിലും ഒരു പെൻഷൻ ഉണ്ടാകുമ്പോ എല്ലാവരും മണ്ടാറ് നേരത്തെ മഹദറത്തുൽ ബദരിയ നടന്നിട്ട് നോക്കുമ്പോ ചമ്മ ആൾക്കാർ വന്നാറ് ബറാത്തങ്ങ അങ്ങനെ മണ്ണിലതാ ബണ്ടങ്ങ വന്നോണ്ടേ ഉള്ളാറുമ്മ ബറാത്തവനെപ്പോ മണ്ണില്ലേ അവൻ പണ്ടേപ്പോ ഒക്കെ ഉസ്താദ് എങ്ങനെ സംഭ്രമമായിട്ടത് നഷ്ടായിട്ടാ ലാഭായില്ല നഷ്ട ലാഭക്കെ പോവണ്ടേ ഓണ് എന്തിന് നഷ്ട ലാഭല നീനെത്ര ഇട്ടേ നീനെത്ര തന്നര നഷ്ട കേക്കടവണു ലാഭ കേക്കടവണ എത്ര ഇട്ടല്ല വളരെ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണം നഷ്ടലാഭം നോക്കണല്ല ഒരു സംരംഭം നടക്കുമ്പോ ഒരു നല്ല കാര്യം നടക്കുമ്പോ റായത്തെങ്ങ പടച്ചവനെ അൽഹംദുലില്ലാഹ് ഞങ്ങ ബദ്രീങ്ങളെ ഒരു മജ്ലിസാക്കട അതുകൊണ്ട് റബ്ബേ നീ പൊരുത്തപ്പെടണോ അല്ലാഹ് ബദ്രീങ്ങളെ വിളിക്കുമ്പോ ആ ശുഹദാക്കളെ വിളിക്കുമ്പോ അല്ല നീ പൊരുത്തപ്പെടണോ അല്ലാഹ് എന്ന് ചൊന്നിട്ടോ നിന്റെ മനസ്സിൽ ഉസ്താദ് കേക്കാമാരെ നീ ചൊല്ലണോ നിന്റെ 10,000 നിന്റെ 20,000 നിന്റെ 15,000 നിന്റെ ഐക്യമേന്ന് ഒരു കിട്ടോടെ അർച്ചി ആര് ചൊല്ലണോ നിന്റെ നല്ല നീയത്തിൽ നീ ചൊല്ലണം ബദ്രീങ്ങളെ പിരിച്ച വെച്ചിട്ട് ഉസ്താദിനോട്ട് ചൊല്ലുവാട്ടല്ല ആചാരം എത്ര നിങ്ങളുടെ ചൊല്ലണ അവകാശം കൊടുക്കോതീറ ചൊല്ലണക്ക് അവകാശം കൊടുക്കോതീറ എന്തിക്ക് നിങ്ങൾ ആർക്ക് കൊടുക്കണേ പള്ളിയുടെ ഉസ്താദുക പള്ളിയുടെ ഖത്തീബുക മുക്കരിക്കൊക്കെ ഇവിടുത്തെ പ്രസിഡന്റ് കൊടുക്കണേമാ ഞങ്ങളെ എല്ലാം പടച്ച റബ്ബുകല്ലേ ആ റബ്ബ് വിരിസം വെച്ച മഹാന്മാരായ ശ്രോതാക്കൾക്കല്ലേ അതുകൊണ്ട് നിന്റെ മുഅ്മിനീങ്ങളെ മങ്ങിലാ ചൊല്ലത് പടച്ച റബ്ബ് അള്ളാഹു തീരുമാനിച്ച ഒരു തീരുമാനായിട്ടിക്കിട് അള്ളാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു മങ്ങിലാ ചൊല്ലത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടായിട്ടിക്കിട് എന്റെ സുന്നത്ത് നിന്റെ നടപടിയായിട്ടിക്കിട് അതുകൊണ്ട് ചെറുപ്പക്കാരാ മങ്ങില ഒരു തമാശ പോലെ ആക്കണ്ട
ഇന്റെ വീട്ടിൽ കൂടെ പുതിയ വീടിന് പുതിയ പുലപ്പുണ്ട് JCP പോവാ പുറത്തോണ്ട് വണ്ടി, അല്ലെങ്കിൽ മയ്യത്ത് കട്ടിയിൽ പുറത്തോണ്ട് വണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പലക വെച്ചിട്ട് അതിന് മേലെ തേപ്പാട്ടിട്ട് കൊണ്ട് വണ്ടി. എന്തിനാ മയ്യത്താവണം? ഒരു വീട്ടുകൂടുമ്പത്തേക്ക് ഒരു വീട്ടുകൂടരെ പുതിയ പെണ്ണ് എങ്ങനെ വേണം, ഒരു പുതിയ ആപ്പിള എങ്ങനെ വേണം? ഇസ്ലാം എന്തിനെ ചൊല്ലു? ഒരു വീട്ടുകൂടെ ഉദ്ദേശിച്ചെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി. വീട്ടുകൂടരെ പുതിയ ആപ്പിള 2 റക്അത്ത് നിസ്കരിക്കണു. എവിടെ? മണിയറയിൽ. പുതിയ പെണ്ണ് വിളിച്ചിട്ട് ഉതൊടുത്തിട്ട് പാ നിന്റെ പെരവത്തെ നില്ലിട്ട് ചൊല്ലണു പുതിയ ആപ്പിള. അങ്ങനെ ഏതെങ്കിലും ഒരു മണിയറയിൽ പുതിയാപ്പില പുതിയ നിസ്കരിച്ചതുണ്ടാ? ആലോചന ആക്കണം. നിസ്കരിച്ചിട്ടുള്ള എന്തിനാക്കിയേ? അമ്മായിമ്മ ഐസ്ക്രീമും അമ്മായിമ്മ കൈമടക്കിയിട്ട് ലഞ്ച കൊടുത്തിട്ട് പോകേണ്ടി വന്നുള്ളൂ. റൂമിടെ ഉള്ളു ഹറാമല്ലേ? അമ്മായിമ്മ ചെല്ലുണ്ട് 50,000 രൂപ തരാണ്ട് നിന്റെ മോലെ തുടകൂടില്ലെന്നാണ്. അപ്പൊ മീസ ഉള്ളവണ് ചൊല്ലണോ നിന്റെ മോലെ നീ വെച്ചിക്കാന്നാ പോന്റെ പേരോ. അത് മീസ ഉള്ള പാലക്കാരെ കടമ വെക്കും. നീ ആണാവണു. ഒരു പുതിയ പെണ്ണ് പുതിയ ആപ്പിളെ റൂമു കിടക്കുമ്പോ തെരുളു തെച്ചിട്ട് അമ്മായി ചെല്ലേ 50,000 താളാ ഐസ്ക്രീം താളാ തിന്നാതെ തെർക്ക് പോകുള്ളൂ. ഹറാമല്ലേ? ബലത്കാരായിട്ട് ഓൺക്ക് പൊരുത്തല്ലാണ്ട് ഐസ്ക്രീം തിണ്ടുപോയെങ്കിൽ മോളെ ഹറാമു തിന്നിട്ടുള്ള ഇറച്ചി നരകത്തിൽ ഇട്ട് മുഹമ്മദ് മുസ്തഫ. പൊരുത്തത്തോട് കൂടെ തിന്നോണോ? പിന്നെ താവാ മേലാട്ടൊരു കൂട്ടം ബാലക്കാരെ പോയിട്ട് 10-100 പുതിയാപ്പിള്ള ഒട്ടിക്ക് പോയിട്ട് അവിടെ ആക്കണ തമാശ കളി എന്തിനല്ല. അല്ല പൊരുത്തപ്പെടുക. കൊടുത്ത ചോറ് ഒന്നുമില്ല, എല്ലാം പോണ്ട പുറത്തുകാരൻ. അല്ലെങ്കിൽ പിഞ്ഞത്തേൽ പിഞ്ഞനല്ല ഗോണിങ് നിറക്കടേ. ഇതെല്ലാം ആക്കിടങ്ങനത്തെ ചെറുപ്പക്കാരുള്ളാറ്. അങ്ങനത്തെ ചെറുപ്പക്കാർ ഈ പടുക്കരയിലില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ചേഞ്ഞിരുണ്ട ഹറാം. അല്ല പൊരുത്തപ്പെടല്ലേ. അവ മങ്ങിലാറ്റുള്ളത് ഒരു തമാശ പോലെ, ഒരു സാധാരണ പോലെ ആക്കിയിട്ടുള്ള യഥാർത്ഥത്തിൽ മങ്ങിലാറ്റുള്ളത് എന്തിരെ? ഉസ്താദ് ഖുതുബത്തിൽ ചെന്ന് ഈ ഖുതുബ അങ്ങ് അർത്ഥം കൊണ്ടുണ്ട ഖുതുബോദർ ഉസ്താദ് പ്രസിഡന്റ് ചൊല്ല ഖുതുബോദർ ഉസ്താദ് ഈ പ്രസിഡന്റ് ഖുതുബെതിരെ കൊണ്ടുണ്ട്. അയാൾക്ക് ഞങ്ങൾ നിസ്കരിക്കുമ്പോ ദിക്ർ ചെല്ലുമ്പോ നേരത്തെ ഉസ്താദ് ചെല്ലും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സമാധാനത്തിന് വേണ്ടിയിട്ട്, ശാന്തിക്ക് വേണ്ടിയിട്ട്, മനസ്സിക്ക് സമാധാനം കിട്ടണോ അള്ളാന്റെ ദിക്ർ ചെല്ലണമെന്ന് പഠന ചെന്നില്ലേ? ഒന്നാമത്തെ ദിക്ർ ഏതൊരു വസ്തു തുടങ്ങുമ്പോ ബിസ്മി ചൊല്ലണോ. നിന്റെ പെഞ്ഞായിരം മുട്ട പോകുമ്പോഴും ബിസ്മി ചൊല്ലണോ. ചൊല്ലണ്ടാ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലാ തഫ്അലന്ന അഹദുക്കും കബഹീമത്തിൽ അന്നാം. ഒരു പെഞ്ഞായിരം മുട്ട പോകുമ്പോ മിർഗത്തെ പോലെ പോകണ്ട, മിർഗങ്ങളെ പോലെ പോകേണ്ടവരല്ല ഞങ്ങൾ. പെഞ്ഞായിരം മുട്ട പോകുമ്പോ നല്ല ബിസിയാക്കിയിട്ട് നല്ല കൊശിയാക്കിയിട്ട് എന്നിട്ട് രണ്ടാളും ചൊല്ലണം അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാന വജന്നിബി ശൈത്വാന മാ റസഖ്തനാ. പടച്ച റബ്ബേ, ഞങ്ങളെ ഇടയിൽ ശൈത്താൻ മണ്ണെങ്ക് ദൂരത്താക്കണോ അല്ലാ. നക്ക് തന്നെ മക്കളിലും ശൈത്താന്റെ ദൂരത്താക്കണോ അല്ലാ. ചൊന്നിട്ട് തുടങ്ങണോ. അല്ലാമാറി ബിസ്മി ചൊല്ലാമാറി പോവണ്ട. അപ്പൊ എല്ലാത്തിലും ബിസ്മി വേണം. കുടിക്കും